വയനാട്ടിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വയനാട്ടിലെ ദുരന്ത ഭൂമിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയിരിക്കുന്നു. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? വയനാട്ടിലെ വിംസ് ആശുപത്രിയിൽ മുപ്പൻസ് വിംസ് ആശുപത്രിയിലെത്തിയ പ്രധാനമന്ത്രി അവിടെയുള്ള രോഗികളെയെല്ലാം നേരിട്ട് കണ്ട് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളടക്കമുള്ളവരെ പ്രധാനമന്ത്രി അവരുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ ചികിത്സയിൽ കഴിയുന്നവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അവരെ തലോടി അവരെ സാന്ത്വനിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് വിംസ് ആശുപത്രിയിൽ കാണാൻ സാധിച്ചു. മറ്റൊന്ന്, ഇപ്പോൾ പ്രധാനമന്ത്രി ഈ ദുരന്തത്തിൽ മരണപ്പെട്ടവരുടെ ചിത്രങ്ങൾക്ക് മുൻപിൽ ഈ വിംസ് ആശുപത്രിയിൽ മുപ്പൻസ് വിംസ് ആശുപത്രിയിൽ അവിടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നു അവരുടെ. അതിനു മുൻപിൽ പ്രധാനമന്ത്രി പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഇപ്പോൾ വയനാട് കളക്ടറേറ്റിലേക്ക് പ്രധാനമന്ത്രി പുറപ്പെട്ടിരിക്കുകയാണ്. വയനാട് കളക്ടറേറ്റിൽ ചേരുന്ന അവലോകന യോഗത്തിൽ പ്രധാനമന്ത്രി സംബന്ധിക്കും എന്നുള്ളതാണ് അറിയുന്നത്. പ്രധാനമന്ത്രിയുടെ സമയക്രമം നേരത്തെ നിശ്ചയിച്ചതിനും കൂടുതൽ വൈകുകയാണ്. എന്തായാലും ദുരന്ത മേഖലയിലും ഒപ്പം ഈ ദുരിതാശ്വാസ ക്യാമ്പിലും ഒപ്പം തന്നെ ആശുപത്രിയിലെല്ലാം തന്നെ പ്രധാനമന്ത്രി ഏറെ നേരം ചെലവഴിച്ചു എന്നുള്ളതാണ്. നേരത്തെ കാണാൻ ലിസ്റ്റ് തയ്യാറാക്കിയിരുന്നു. കാണേണ്ടുന്ന ആളുകളെ, ചികിത്സയിലുള്ള ആളുകളുടെ എല്ലാം തന്നെ അതിൽ കൂടുതൽ ആളുകളെ കാണുകയും പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം പ്രധാനമന്ത്രി അവരെ കയ്യിലെടുത്തുകൊണ്ട് തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവരെ സാന്ത്വനിപ്പിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും അത് വലിയൊരു പ്രതീക്ഷയാണ് കേരളത്തെ സംബന്ധിച്ച് പകരുന്നത്. വലിയൊരു പ്രചോദനമാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം പകരുന്നത്. അവിടെ ഈ ദുരന്തത്തിൽ, വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയവരുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചന നടത്തിയും എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ടുമാണ് പ്രധാനമന്ത്രി ഈ വിംസ് ആശുപത്രിയിൽ കഴിഞ്ഞത്. മാത്രമല്ല ഇവരുടെ ചികിത്സാ വിശദാംശങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി ചോദിക്കുകയും ചെയ്തു, ഡോക്ടർമാരോട് സംസാരിക്കുകയും ചെയ്തു. ഇപ്പോൾ അവിടെ ആശുപത്രിയിൽ നിന്നും പ്രധാനമന്ത്രി ഇറങ്ങിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഈ വയനാട് കളക്ടറേറ്റിലേക്ക് അദ്ദേഹം എത്തിയതിനു ശേഷം ഇവിടെ ചേരുന്ന ഈ യോഗത്തിൽ അദ്ദേഹം സംബന്ധിക്കും. ആ യോഗത്തിലായിരിക്കും കേരളം ഒരു 2000 കോടിയുടെ പുനരധിവാസ പാക്കേജ് സംബന്ധിച്ച കാര്യം പ്രധാനമന്ത്രിയോടും ആവശ്യപ്പെടുക. നേരത്തെ തന്നെ ഹെലികോപ്റ്ററിൽ കണ്ണൂരിൽ നിന്നും വയനാട്ടിലേക്കുള്ള യാത്രയിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വിശദമാക്കിയിരുന്നു. അത് യോഗത്തിൽ കൂടി ഉന്നയിക്കുമെന്നാണ് അറിയുന്നത്. അതേസമയം പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂളിൽ എന്തായാലും ഈ സമയക്രമത്തെ ഇങ്ങനെ നീളുന്ന സാഹചര്യത്തിൽ ഈ യോഗം എത്ര മിനിറ്റ് നീളും എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം നമുക്ക് അറിയാൻ സാധിക്കും. തീർച്ചയായും പ്രതീക്ഷിച്ചതിലേറെ സമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതബാധിത മേഖലകളിലും അതേസമയം തന്നെ ആശുപത്രികളിലും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ കളക്ടറേറ്റിലേക്ക് എത്തും. അതോടൊപ്പം തന്നെ അവലോകന യോഗവും എത്ര സമയം നീളുമെന്നതിലും ഇപ്പോൾ പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണുള്ളത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ കുട്ടികളെടുത്തും മുതിർന്നവരുടെ അടുത്തും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി ആശ്വസിപ്പിക്കുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ തന്നെ ചികിത്സയിലുള്ളവരുടെ വിശദാംശങ്ങളടക്കം ഡോക്ടർമാരുമായി സംസാരിച്ചും വിശദീകരണം തേടിയുമാണ് പ്രധാനമന്ത്രി അവിടെ തുടരുന്നത്. റിയാസ്, തുടരാം. ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിൽ സംസ്ഥാനം ഏറെ പ്രതീക്ഷിക്കുന്നത് ഈ വയനാടിന്റെ പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനുമായിട്ടുള്ള കേന്ദ്ര സഹായം എന്നുള്ളത് തന്നെയാണ്. ഈ പ്രധാനമന്ത്രി വയനാട് സന്ദർശിക്കുമെന്ന് അറിഞ്ഞ വേളയിൽ തന്നെ സംസ്ഥാനവും ദുരന്തബാധിതരും ഏറെ പ്രതീക്ഷിക്കുന്നത് അതാണ്. സംസ്ഥാനം ഇപ്പോൾ രക്ഷാദൗത്യവും കടന്ന് പുനരധിവാസ പ്രക്രിയയിലേക്ക് കടക്കാനിരിക്കുന്ന അവസരത്തിൽ വയനാടിന്റെ പുനർനിർമ്മാണ പ്രക്രിയയ്ക്ക് മാത്രമായി 2000 കോടിയിലധികം രൂപയാണ് ആവശ്യമായി വരുന്നത്. അക്കാര്യം കഴിഞ്ഞ ദിവസം ഇവിടെ എത്തിയ ഇന്നലെ ഇവിടെ എത്തിയ കേന്ദ്ര സംഘത്തോട് സംസ്ഥാനം ആവശ്യപ്പെട്ടിരുന്നു. അതേ ആവശ്യം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ നേരിട്ട് കൊണ്ടുവരിക, അങ്ങനെ അതിനൊരു വേഗത കൈവരുത്തുക എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ L3 സോണിൽ വയനാടിന്റെ ദുരന്ത മേഖലയെ ഉൾപ്പെടുത്തണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. സംസ്ഥാനം ഉന്നയിക്കുന്നത്. പ്രധാനമന്ത്രിയോട് അക്കാര്യവും പ്രധാനമന്ത്രിയോട് സംസ്ഥാനം ശ്രദ്ധയിൽപ്പെടുത്തുമെന്നാണ് വ്യക്തമാകുന്നത്. ഈ വയനാട് ദുരന്ത ഭൂമിയെ അത് L3 സോണിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേന്ദ്ര സഹായത്തിന് ആനുപാതികമായി ഈ ദേശീയ ദുരന്തത്തിന് ആനുപാതികമായിട്ടുള്ള സഹായം, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള മാനദണ്ഡങ്ങൾ അതിലില്ലെങ്കിൽ കൂടിയും അതിന് ആനുപാതികമായ കേന്ദ്ര സഹായം ലഭ്യമാക്കുക എന്നുള്ളതാണ്. അതുവഴി
ഈ ദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ട പൂർണ്ണമായും ജീവിതം തകർന്നടിഞ്ഞു പോയ മനുഷ്യരെ സാധാരണ ജീവിതത്തിലേക്ക് അവരെ പുനരധിവസിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് സംസ്ഥാനം ലക്ഷ്യമിടുന്നത്. അതിനാവശ്യമായ ഒരു ഇടപെടൽ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിലൂടെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും ഒപ്പം തന്നെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും അടക്കമുള്ളവരുണ്ട്. എല്ലാം വിശദീകരിച്ചുകൊണ്ട് ADGP MR അജിത് കുമാർ നേരത്തെ പ്രധാനമന്ത്രിക്ക് ഒപ്പമുണ്ടായിരുന്നു. അദ്ദേഹം അല്പം മുൻപ് ഇവിടെ വയനാട് കളക്ടറേറ്റിലേക്ക് അദ്ദേഹം എത്തിയിട്ടുണ്ട്. അത് വിംസ് ആശുപത്രിയിൽ നിന്നും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം പ്രധാനമന്ത്രി ഏകദേശം വിംസ് ആശുപത്രിയിൽ നിന്നും ഇറങ്ങുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ADGP MR അജിത് കുമാർ കളക്ടറേറ്റിലേക്ക് നേരത്തെ എത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ കളക്ടർ DR മേഘശ്രീയും പ്രധാനമന്ത്രിയോട് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു. നേരത്തെ ബെയിലി പാലം ഉൾപ്പെടെ സന്ദർശിച്ച് ബെയിലി പാലത്തിലൂടെ നടന്നു നീങ്ങിയ പ്രധാനമന്ത്രി സൈനികരോട് ഇതുമായി ബന്ധപ്പെട്ട രക്ഷാദൌത്യത്തിന്റെ അടക്കമുള്ള വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തിരുന്നു. ഉരുൾപൊട്ടലിന്റെ കൃത്യമായ സ്കെച്ച് തയ്യാറാക്കി സൈന്യം ഒപ്പം തന്നെ പോലീസുമെല്ലാം തന്നെ പ്രധാനമന്ത്രിക്ക് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രമാത്രമുണ്ടെന്ന് നേരിട്ട് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തു. അതിനു പുറമെ ഈ പ്രധാനമന്ത്രി 1/2 കിലോമീറ്ററോളം ദൂരം നടന്ന് മാത്രം ഈ ഒരു ദുരന്തം കൃത്യമായി തന്നെ അദ്ദേഹം ദുരന്ത ഭൂമിയിലൂടെ നടന്ന് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞുകൊണ്ടാണ് പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അവലോകന യോഗത്തിൽ കൂടി പ്രധാനമന്ത്രിയെ കൂടുതൽ വ്യാപ്തിയിൽ ഇക്കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ യാത്രയുമായി ബന്ധപ്പെട്ട കനത്ത സുരക്ഷാ വിന്യാസമാണ് കൽപ്പറ്റ നഗരത്തിലുടനീളം ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2500ഓളം പോലീസുകാരെയാണ് കൽപ്പറ്റ നഗരത്തിൽ മാത്രം വിന്യസിച്ചിട്ടുള്ളത്. 12 SP-മാർക്കാണ് സുരക്ഷാ ചുമതല. ഇതിന്റെ മേൽനോട്ട ചുമതല ADGP MR അജിത് കുമാറാണ്. ഇതെല്ലാം തന്നെ SPG നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. ഈ സുരക്ഷയെല്ലാം തന്നെ നേരിട്ട് വിലയിരുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി ഈ കളക്ടറേറ്റിൽ നടക്കുന്ന അവലോകന യോഗത്തിന് ശേഷം നേരെ ഹെലികോപ്റ്ററിൽ കണ്ണൂരിലേക്ക് മടങ്ങും. കണ്ണൂരിൽ നിന്നാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് യാത്ര തിരിക്കുക. നേരത്തെ നിശ്ചയിച്ചതിലും 1 മണിക്കൂറിലേറെ നേരം ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ സമയക്രമം നീണ്ടുപോയിരിക്കുകയാണ്. അതായത് അദ്ദേഹം വയനാട് ദുരന്ത മേഖലയിൽ 1 മണിക്കൂറിലധികം ചെലവഴിക്കാൻ തയ്യാറായി എന്നുള്ളത് കേരളത്തെ സംബന്ധിച്ച് ദുരന്ത ബാധിതരെ സംബന്ധിച്ച് ഏറെ പ്രത്യാശ ഉളവാക്കുന്ന ഒരു സാഹചര്യമാണ് വൃന്ദ. വയനാട് ദുരന്ത ബാധിത മേഖലയടക്കം സന്ദർശിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇപ്പോൾ മിംസ് ആശുപത്രിയിലെത്തി ഇവിടെ അപകടത്തിൽപ്പെട്ട ആളുകളെ സന്ദർശിക്കുകയും അവരുടെ പരിശോധന കാര്യങ്ങളെല്ലാം ഡോക്ടർമാരുമായി ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുന്നത്. വരും മണിക്കൂറുകളിലും ഈ സന്ദർശനം തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അല്പസമയത്തിനകം തന്നെ കളക്ടറേറ്റിലെത്തി അവലോകന യോഗം ആരംഭിക്കും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു റിയാസ് KMR.